സമ്മതിക്കില്ല. വംശഹത്യാ പദ്ധതിയെ മുസ്ലിം ജനതയെ നാടുകടത്താൻ എല്ലാവരും സംഘിക്കാവില്ല. അമിത്ഷാക്കാവില്ല. നരേന്ദ്രമോദിക്കാവില്ല. Down, down, വഖഫ് bill. Down, down, Narendra Modi. Down, down, Narendra Modi. വംശഹത്യാ പദ്ധതിയെ ചെറുത്തുനങ്ങൾ തോൽപ്പിക്കൂ. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഭരണഘടനയെ അട്ടിമറിക്കാൻ RSSനെ അനുവദിക്കില്ല. രാജ്യദ്രോഹികൾ അനുവദിക്കില്ല. ഇൻക്ലാബ് സിന്ദാബാദ്. വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. Down, down, വഖഫ് bill. Down, down, വഖഫ് bill. അമിത്ഷാ തുലയട്ടെ. RSS തുലയട്ടെ. വംശീയ പദ്ധതി തുലയട്ടെ. മുസ്ലിം ജനതയെ നാടുകടത്താൻ. ക്രിസ്ത്യാനികളെ നാടുകടത്താൻ. കമ്മ്യൂണിസ്റ്റുകളെ നാടുകടത്താൻ. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വഖഫ് ബില്ല് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വത്ത് തർക്കമല്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദൈവപ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് സമ്പത്തും അതുപോലുള്ള സംഗതികളും ഒക്കെ വഖഫ് ചെയ്യുന്ന, ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് വഖഫ് ചെയ്യുന്ന വിശ്വാസികളുടെ അവരുടെ ഒരു ദാനമാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ ആവശ്യത്തിന്, അതുപോലെ തന്നെ ആരാധന ആവശ്യങ്ങൾക്ക്, മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ വഖഫ് ചെയ്യുന്ന, നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട്. പല വഖഫ് സ്വത്തുക്കളും അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഭരണകൂടം കൊണ്ടുവന്ന ഈ അമെന്റ്മെന്റ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ മോർച്ച എന്നൊക്കെ പറയുന്ന ചില ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന്. നേരത്തെ മുത്തലാഖ് കൊണ്ടുവന്ന ഈ കൂട്ടരും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുവരുന്നത് വംശഹത്യയുടെ 10 ഘട്ടങ്ങളിൽ 8 ഘട്ടവും കഴിഞ്ഞ ഒരു ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വംശീയ ഉന്മൂലന പ്രക്രിയയുടെ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ അറുകല ചെയ്യാൻ, ചുട്ടുകൊല്ലാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി അവരുടെ സമ്പത്ത് ഇല്ലാതാക്കണം, അവരുടെ എല്ലാവിധ ചരിത്രങ്ങളും അടയാളങ്ങളും ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കാനുള്ള ഒരു പണിയാണ് ഇപ്പോൾ വഖഫ് ബില്ലിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്റെ ക്രൈസ്തവ സഹോദരന്മാരോട്, പാതിരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ചരിത്രം മനസ്സിലാക്കണം. നിങ്ങളുടെ ചരിത്രം മനസ്സിലാക്കണം. മണിപ്പൂർ മാത്രമല്ല, നിങ്ങളുടെ ചരിത്രം, ഇന്ത്യയിലെ ചരിത്രം ക്രൈസ്തവ സമൂഹം അനുഭവിച്ച, അവരെ രണ്ടാമതായി ചീട്ടായി വെച്ചിരിക്കുന്ന, അവരെ രണ്ടാമതെടുക്കുമെന്ന് ഉറപ്പുള്ള, ഇന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അറുകൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തട്ടിച്ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പാതിരിമാർ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങൾ ആരുടെ പക്ഷത്താണ്. നിങ്ങൾ താൽക്കാലികമായി, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ തന്നെ അധാർമികമായ, ഇവിടെയുള്ള തിരുമേനിമാരുടെ അധാർമികമായ ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇഡിയെ ഭയക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് പറയുവാനുള്ളത്, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃപരമായ പങ്കുവഹിച്ചവരുടെ അനന്തരാവകാശികൾക്ക് പറയുവാനുള്ളത്, ഞങ്ങൾക്ക് ഇഡിയെ ഭയമില്ല, ഞങ്ങൾക്ക് അമിത്ഷായെ ഭയമില്ല, ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ ഭയമില്ല. ഭയപ്പാടുള്ളവർ അവർക്ക് വേണ്ടി ഓശാന പാടുകയാണ്. നിങ്ങൾ എത്ര കാലം ഓശാന പാടും? നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പാതിരിമാർ മനസ്സിലാക്കണമെന്നാണ്
ഞങ്ങൾക്ക് ക്രിസ്തീയ സമൂഹത്തോട് സഭകളോടും പറയുവാനുള്ളത്. ഇതിനു മുമ്പേ 2014 മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് കാലം മുതൽക്ക് ഘട്ടം ഘട്ടമായി ഈ സമൂഹത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കൂടത്തിൽ തന്നെ ദളിതരെയും അവർ ഉന്മൂലന സിദ്ധാന്തത്തിലേക്ക് നടപ്പിലാക്കി ഒരു ജനസാടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അത് അവസാനം വരെയും ഉണ്ടാകും. ഒരാൾ ബാക്കിയാകുന്ന കാലം വരെയും ഈ പോരാട്ടം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. യാതൊരു സംശയമില്ല. ഗസയിൽ നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയത്. നിരാതരായ അനവധി കുട്ടികളെ അവർ നശിപ്പിച്ചു. എന്നിട്ടും അവിടെ പോരാട്ടം തുടരും. അത് മോദി മനസ്സിലാക്കുന്ന വളരെ നല്ലതാണ്. ട്രംപിന്റെയോ നെതന്യാഹുവിന്റെ വാക്ക് കേട്ട് നമ്മുടെ മോദി വെളിയണ്ട. കാരണം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ പോരാടി നേടിയ സ്വാതന്ത്ര്യമാണിത്. അത് ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് മോദിയുടെ ഒത്തകയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഇതിന് മുമ്പ് ഉന്മൂലനം നടന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇന്നൊരു ബുദ്ധമതക്കാരനുണ്ടോ, ഒരു ബുദ്ധമത ക്ഷേത്രമുണ്ടോ? എല്ലാം അവർ കയ്യിലാക്കിയില്ലേ? ആദ്യത്തെ ഉന്മൂലനം ബുദ്ധമതത്തിനെതിരെയാണ്. അതിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ നശിപ്പിച്ച് ഇപ്പോൾ ഇവിടുത്തെ ദലിതരെ സംബന്ധിച്ചോട് കിടപ്പാടമില്ല, വിദ്യാഭ്യാസമില്ല, സംസ്കാരമില്ല. ഇതെല്ലാം ഇവർ നശിപ്പിച്ചതാണ്.